നമ്മൾ അവരെ അനാദരിക്കുകയല്ല. ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ഒരാഴ്ചയിൽ ഒരു പുതിയ സംഘടനയ്ക്ക് രൂപം കൊണ്ടിട്ടുണ്ട്. കേരളത്തിലെ ഒറിജിനൽ തങ്ങൾമാർക്ക് മാത്രമുള്ള അഹ്ലു ബൈത്ത് എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിക്കേണ്ടി വന്നു. അവർ പറയുന്നു, കേരളത്തിൽ ഒരുപാട് വ്യാജ തങ്ങന്മാർ ഇറങ്ങിയിട്ടുണ്ട്, അത് ഭയങ്കര ശല്യമായി കൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിലും എന്ന പോലെ ഇതിലും കുറെ വ്യാജന്മാരുണ്ട്. സഹോദരങ്ങളെ, ഈ വ്യാജന്മാരും ഒറിജിനലും ഒക്കെയുള്ള ഈ ഫൈറ്റിങ്ങിലൊക്കെ പ്രധാനപ്പെട്ടത് ഒന്ന് പഠിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ഇതിൽ ഏതാണ് യഥാർത്ഥം, ഏതാണ് വാസ്തവം എന്ന്. സത്യത്തിൽ ഒരു മനുഷ്യന് ബർക്കത്ത് കിട്ടാൻ ഇസ്ലാം പഠിപ്പിച്ചത് ഇതൊന്നുമല്ല. ഞാൻ ഏറ്റവും ചുരുങ്ങി 5 കാര്യം പറയാം. 1, നല്ല ഈമാനും നല്ല തഖ്വണ്ടോ അയാളുടെ ജീവിതത്തിൽ പടച്ചോൻ ബർക്കത്ത്. അല്ലാഹ് പറഞ്ഞ വാക്കാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയാണ്, ബർക്കത്ത് വേണോ? വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൂ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്. ആ ഗ്രാമത്തിലുള്ള ആളുകൾ അല്ലാഹുവിൽ വിശ്വസിച്ച് വത്തഖൂ നല്ല തഖ്വ പാലിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശത്തു നിന്നും ഭൂമിയിലും അവർക്ക് ധാരാളം ബറക്കത്ത് നാം കൊടുക്കും. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ കേദാര ഭൂമിയിലേക്ക് പടച്ചറബിന്റെ അനുഗ്രഹങ്ങളുടെ ബറക്കാത്തുകൾ തരാൻ പടച്ചറബ് പറഞ്ഞ നിബന്ധന ഈമാൻ സൂക്ഷിക്കുക, തഖ്വയിൽ ജീവിക്കുക. 2, അൽ ഇസ്തിഗ്ഫാർ, പടച്ചോനെ പുറത്തേർന്നേ എന്നുള്ള പ്രാർത്ഥന ഉണ്ടാവുക. ഒരു പാപം ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുന്നുണ്ടോ? റബ്ബ് നമ്മുടെ ജീവിതത്തിൽ, കച്ചവടത്തിൽ, സമ്പത്തിൽ, വെള്ളത്തിൽ, നമ്മുടെ മേഖലയിൽ പടച്ചോൻ ബറക്കത്ത് തരും. നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തിയാൽ നിങ്ങൾക്ക് സമൃദ്ധമായ വെള്ളം ഇറക്കി തരും. ധാരാളം സമ്പത്തും മക്കളും തരും. തോട്ടങ്ങളും തരും, നല്ല അരുവികളും നിങ്ങൾക്ക് തരും. എന്താ പണി? പടച്ചോനെ പുറത്ത് തന്നെ പടച്ചോനെ എന്നുള്ള മനസ്സറിഞ്ഞ പ്രാർത്ഥന ഉണ്ടെങ്കിൽ. 3-ാമത്തെ കാര്യം എന്താ? വിശുദ്ധ ഖുർആൻ നന്നായി പാരായണം ചെയ്യാം. ഈ ബർക്കത്ത് തേടിയിട്ട് ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങി നടക്കുന്ന ആളുകളുടെ സ്വന്തം വീട്ടിൽ ബർക്കത്തുണ്ട്. എന്താ? ആ വിശുദ്ധ ഖുർആൻ ഒന്ന് തുറന്ന് ഓതാൻ തുടങ്ങുക. നീ എത്ര ആയത്താണോ ഓതുന്നത് അതിനനുസരിച്ച് വീട്ടിൽ ബർക്കത്തുണ്ടാകും. അതിനൊന്നും നേരല്ല. ആഴ്ചയിലെ 168 മണിക്കൂറിൽ 1 മണിക്കൂർ ഇരുന്ന് ഖുർആൻ പഠിക്കാൻ പോലും നേരല്ല. സ്വന്തം മക്കൾക്ക് സിആർ എന്ന സംവിധാനമുണ്ട്. മറ്റെല്ലാത്തിനും മണിക്കൂറുകൾ കൊടുത്ത് 1 മണിക്കൂർ എന്റെ കുട്ടി ദീനെന്ന് വല്ലതും പഠിക്കട്ടെ എന്ന് കൊടുക്കാൻ നമ്മൾ സന്നദ്ധരല്ല. പക്ഷെ ബർക്കത്ത് എല്ലാവർക്കും വാരോളം വേണം. എന്നാല് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലൂടെ പഠിപ്പിച്ചു. ഈ ഖുർആൻ ഓദിക്കോ, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദബ്ബറു ആയാതി വലിയതദക്കറ ഉലുൽ അൽബാബ്. ഈ ഖുർആനിന്റെ പ്രത്യേകത, നാം ഇത് നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നു. മുബാറകുൻ, ബറക്കത്തുള്ളതാണ്, ബറക്കത്തുള്ളതാണ്. ലിയദബ്ബറു ആയാതിഹി, അതിലെ ആയാത്തുകളെ പറ്റി ഉറ്റാലോചിക്കാൻ വേണ്ടി ഇറക്കി തന്നതാണ്. സഹോദരങ്ങളെ, നമ്മൾ എത്ര ആയത്തുകൾ അധികരിപ്പിക്കുന്നുണ്ടോ അത്രയും നമ്മുടെ വീട്ടിൽ ബർക്കത്ത് കൂടും. ആൾക്കാരിങ്ങനെ ചോദിക്കാണ്, എങ്ങനെ ബർക്കത്തുണ്ടാകുക? മറുപടി ഇതാണ്. വീട്ടിൽ എത്ര ഖുർആനിന്റെ ആയത്തിന്റെ എണ്ണം കൂടുന്നുണ്ടോ, ഒത്തു കൂടുന്നുണ്ടോ അതിനനുസരിച്ച് ഇൻഷാ അല്ലാഹ് നമ്മുടെ വീട്ടിൽ ബർക്കത്ത് വരും. അല്ലാതെ നമ്മൾ വേറെ ഏതാളെ കൊടുത്ത് കുറ്റടിച്ചിട്ടും കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്യണം. 4-ാമത്തെ കാര്യം അശ്ശുക്ർ വൽ ഹംദ്, അള്ളാഹ്ക്ക് കിട്ടിയതിന് ശുക്ർ പറയുന്ന, അള്ളാഹിനെ സ്തുതിക്കുന്ന മനസ്സുണ്ടാവണം. അള്ളാഹ്ക്ക് ശുക്ർ കാണിച്ചാൽ അള്ളാഹ് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് അധികരിപ്പിച്ച് തന്നുകൊണ്ടിരിക്കും. അതൊക്കെ ബർക്കത്താണ്. 5-ാമത്തെ കാര്യം തവക്കുൽ, അള്ളാഹനെ തവക്കുലാക്കുക. എൻ്റെ ജീവിതത്തിലെ എല്ലാത്തിനും കഴിവുള്ളത് എൻ്റെ റബ്ബിനാണ്. എൻ്റെ ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും നീക്കാൻ കഴിവുള്ള റബ്ബിനാണ്. തവക്കുലിന്റെ ബോധം ഉണ്ടെങ്കിൽ അള്ളാഹ് ബർക്കത്ത് നൽകും. വമൻ യതവക്കൽ അലല്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിൽ തവക്കുലാക്കിയാൽ ഫഹുവ ഹസ്ബു, അവന് അള്ളാഹ് മതിയായതാണ്, എല്ലാം തരും. അള്ളാഹനെ തവക്കുലാക്കിക്കോ, പടച്ചവൻ എല്ലാം തരാൻ കഴിവുള്ളവനാണ്.